നമ്മുടെ ചാനലിൽ ഓൾറെഡി നമ്മൾ പാലക്കോട്ടുള്ള 2 റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ വേറൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മളൊരു പാലക് പനീറാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു പാനിലേക്ക് നെയ്യും സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുത്ത ശേഷം സവാള സ്ലൈസ് ചെയ്തതും പച്ചമുളക് കട്ട് ചെയ്തതും വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് സവാള ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്ത ശേഷം ഇതിലേക്ക് ഞാൻ കഴുകിയ ശേഷം കട്ട് ചെയ്ത പാലക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ഈ പാലക് ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇതിൽ ഓൾറെഡി വെള്ളം ഉള്ളതുകൊണ്ട് ഞാൻ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾ അരയ്ക്കുമ്പോൾ ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. പാനിലേക്ക് കുറച്ച് നെയ്യും സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുത്ത് കറിവേപ്പില, കറുവപ്പട്ട, ഏലക്കായ, ഗ്രാമ്പു, 2 വറ്റൽമുളകും കൂടെ ചേർത്തിട്ട് ഒരു മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു ടൊമാറ്റോ തൊലിയും കുരുവും കളഞ്ഞിട്ട് ഫൈനായി ചോപ്പ് ചെയ്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോയുടെ തൊലി കളയാനായിട്ട് അതിന്റെ താഴെ ഭാഗത്തായി ഒരു ക്രോസ് മാർക്ക് ഇട്ട ശേഷം ഒരു 10 സെക്കൻഡ് തിളക്കുന്ന വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി. ടൊമാറ്റോ ചേർത്ത ശേഷം ഒരു മിനിറ്റ് ഒന്നുകൂടെ സോട്ട് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് ജീരകം പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്ത ശേഷം ചേർത്ത് കൊടുത്തിരിക്കുന്ന പൊടികളുടെ എല്ലാം പച്ചച്ചോ മാറി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന പാലക്കിന്റെ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഇതിലേക്ക് 200 ഗ്രാം പനീർ ക്യൂബ്സ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്ന് ക്ലോസ് ചെയ്ത് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 2-3 മിനിറ്റ് കുക്ക് ചെയ്ത ശേഷം ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഇതിലേക്ക് കാഷ്യൂ പേസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും 2-3 മിനിറ്റ് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുത്ത് പാലക് പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഹാപ്പി ലഞ്ച്.